വടകര MDMA കേസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരകളായിട്ടില്ലെന്ന് പോലീസ്. പ്രാഥമിക പരിശോധനയിൽ അധ്യാപകരുടെ അക്കൗണ്ടുകളിൽ 15 ലക്ഷത്തിലേറെ രൂപ എത്തിയതായും കണ്ടെത്തി. പ്രതികരണമുണ്ട്, അത് ആദ്യം കേൾക്കാം. കാരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ ഒത്തിരി ചെറിയ ട്രാൻസാക്ഷൻ ഉണ്ട്, വലിയ ട്രാൻസാക്ഷൻസ് ഉണ്ട്, ലക്ഷക്കണക്കിലും ഉണ്ട്, ആയിരക്കണക്കിലും ഉണ്ട്. അപ്പോൾ ഇത് യാറാണ്, എന്തിനാണ് ഇവർക്ക് ഈ അക്കൗണ്ട്സിൽ ഈ പൈസ അയക്കുന്നത്, എന്ത് പർപ്പസ്ക്കാണ് അയക്കുന്നത്? ലഹരി വാങ്ങിക്കാനായിട്ടാണോ, അവർ കൺസ്യൂമർ ആണോ, ഇല്ല അവരും ഒരു ഇടനിലക്കാരാണോ? ഇത്ര കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, വിദ്യാർത്ഥികൾ ഇരകളല്ല എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ ഇവർ അക്കൗണ്ടിലേക്ക് ഇത്രയധികം എമൗണ്ട് എത്തിയത് എവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയായിരുന്നു ഇവരുടെ മോഡസ് ഓപ്പറാൻഡി തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് പോലീസ് മനസ്സിലാക്കുന്നത്? കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുമോ? പ്രജീഷ്, തീർച്ചയായും കൂടുതൽ അന്വേഷണമുണ്ട്. ഇതിനായി പ്രത്യേക ഒരു SIT തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. കൂടുതൽ കണ്ണികൾ ഉണ്ട് എന്ന സൂചനകൾ പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതായത് അധ്യാപകരെല്ലാം മറിച്ച് പുറത്തുള്ള ലഹരി കണ്ണികൾ തന്നെ പിടിയിലാകാനുണ്ട് എന്ന വിവരം പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ പേരാമ്പ്ര VRCയിൽ നിന്ന് അറസ്റ്റിലായ 3 അധ്യാപികമാരും ലഹരി സംഘത്തിലെ പ്രധാനപ്പെട്ടവരാണ്. സാമ്പത്തിക ഇടപാടുകൾ ഇവരെ കേന്ദ്രീകരിച്ചാണ് നടന്നതെന്ന് പോലീസിന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വടകര MDMA കേസിൽ ഇതുവരെ 5 പ്രതികളാണ് പിടിയിലായത്. ആദ്യം ജൂൺ 28-ന് വെറും 2.1 ഗ്രാം MDMA-യുമായി ഒരു വിൽപ്പനക്കാരൻ ആവിക്കൽ സ്വദേശി പിടിയിലായതോടുകൂടിയാണ് ഈ കേസിന്റെ തുടക്കം. പിന്നീടാണ് സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് അധ്യാപികമാരിലേക്ക് എത്തുന്നത്. കീർത്തന ആദ്യമേ പിടിയിലായി, പിന്നീട് മറ്റുള്ള അധ്യാപകർ കാവ്യയും നീഷ്മയും 3 പേരെയും താൽക്കാലിക അധ്യാപികമാരായിരുന്നു VRCയിൽ 3 പേരെയും ഇതിനകം തന്നെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. 6 മാസത്തിനിടയിലുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ വലിയ അളവിൽ ഫണ്ട് വന്നിട്ടുണ്ട്. അതായത് സാധാരണ ഈ താൽക്കാലിക അധ്യാപികമാരായ ഇവർക്ക് ഈ ജോലി ചെയ്തുള്ള ശമ്പളം മാത്രമേ അക്കൗണ്ടിലേക്ക് വരാനായി ഉള്ളൂ, മറ്റു വരുമാന മാർഗങ്ങളില്ല. ഒരുമിക്കുന്നത് ഈ പരിപാടി, ഈ പണി എന്തൊട്ടാണ് തുടങ്ങുന്നത്? പ്രതീക്ഷ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 6 മാസം മുമ്പ് വരെയുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പോലീസ് പ്രാഥമികമായി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇത്രയധികം പണം വന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ചെറിയ പൈസ 1000 രൂപ, 2000 രൂപ എന്ന നിലയിലുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന്റെയൊക്കെ പണമാണ്. 3 പേരും ഏതായാലും മുൻപ് മുതൽ തന്നെ സുഹൃത്തുക്കളായിരുന്നു എന്നുകൂടി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പിന്നീട് ഏതായാലും അവർ അധ്യാപികമാരായി VRCയിലേക്ക് എത്തുക കൂടി ആയിരുന്നു. കൂടുതൽ കണ്ണുകളിലേക്ക് പോലീസിന്റെ അന്വേഷണം ഉണ്ട്. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാരാണ്. അവരിൽ നിന്ന് കുട്ടികളിലേക്ക് ഏതായാലും ലഹരി എത്തിയിട്ടില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. 5 പ്രതികളും നിലവിൽ റിമാൻഡിലാണുള്ളത്. ഉടനെ തന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വിശദമായി തന്നെ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളിലേക്കും കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അധ്യാപികമാർക്ക് പുറമെ രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. 15 ലക്ഷം രൂപ അധ്യാപകരുടെ അക്കൗണ്ടിലേക്ക് എത്തി. ഇവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്നതാണ് ഇനി അന്വേഷണം.